എന്ന വാക്കു പറഞ്ഞ നല്ല കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. ഞങ്ങളുടെ ശബ്ദത്തെ ശ്രവിച്ചുകൊണ്ട് ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ ആഹ്വാനം ചെയ്യുകയാണ്. ലോകമെമ്പാടും യേശുദേവന്റെ ജനനത്തെ ആഘോഷപരമാക്കി തീർക്കുന്ന ഈ സുദിനത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ നല്ല കർത്താവിനെ പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾ ഏറെ അഭിമാനമുള്ളവരാണ്. ഞങ്ങൾ ഒരു കാലത്ത് കണ്ണീരും വേദനയും രോഗദുഃഖങ്ങളും അനുഭവിച്ച് ആശയ്ക്ക് വകയില്ലാതെ നെട്ടോട്ടമോടിയ സന്ദർഭങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ പിന്നിലുണ്ട്. എന്നാൽ ആ സമയങ്ങളിൽ ഞങ്ങളെ തേടി വന്ന ദൈവസ്നേഹത്തിന്റെ ആഴമാണ് ഈ പകൽ ഇങ്ങനെ ആയിരിക്കാൻ നമ്മുടെ ഹൃദയത്തിൽ സന്തോഷമുള്ളത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ദൈവവചനത്തിന്റെ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വാക്യഭാഗമാണ്. ഇന്നത്തെ പകലിൽ എല്ലാവരും അന്യോന്യം ആശംസകൾ അറിയിച്ചും ആഹ്വാനം ചെയ്തും ഉപയോഗിക്കുന്ന പദങ്ങളും വാക്യഭാഗവും അതുതന്നെയാണ്. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഈ പകൽ ഞങ്ങൾക്കും പറയുവാനുള്ളത്, ദൈവപ്രസാദം തേടുന്ന തലമുറയ്ക്ക് ദൈവ സമാധാനമാണ്. സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ നെട്ടോട്ടമോടുന്ന ഈ തലമുറയിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സന്തോഷത്തെ പങ്കുവെക്കുമ്പോൾ അതിന്റെ ഏക ചിന്ത മറ്റൊന്നും തന്നെയല്ല, യേശുക്രിസ്തു മുഖാന്തരം യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന നിത്യസമാധാനത്തിലേക്ക് ഏവരെയും ആഹ്വാനം ചെയ്യുകയാണ്. കഷ്ടവും പ്രയാസവും രോഗവും ദുഃഖവും അത് ഈ ഭൂമിയിലുള്ള ശ്വാസമുള്ള ഏത് മനുഷ്യനും ഉള്ളതാണ്. എന്നാൽ മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത് ദൈവവചനത്തോടുള്ള അനുസരണമാണ്. ദൈവത്തെ നാം അനുസരിക്കുമ്പോൾ, ദൈവത്തിന്റെ പ്രസാദം നാം തേടുമ്പോൾ ദൈവിക സമാധാനത്തിലേക്ക് നമ്മുടെ ഹൃദയം ആഹ്വാനം ചെയ്യപ്പെടുകയുണ്ടാകും. അതിന്റെ സത്യം മനസ്സിലാക്കണമെങ്കിൽ യേശു കർത്താവിന്റെ സ്നേഹം നാം തിരിച്ചറിയണം. യേശു കർത്താവിന്റെ സ്നേഹം ഞങ്ങളെ മാറ്റി. യേശു കർത്താവിന്റെ സ്നേഹം മാനുഷിക ബന്ധങ്ങൾക്ക് വില കൊടുക്കുവാൻ ഞങ്ങളെ പ്രേരിതരാക്കി. കുടുംബ തലങ്ങളിൽ ഇന്ന് ഏറ്റവും അധികം തലമുറകൾ ഈ തലമുറയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ബഹുമാനമില്ലാത്ത ശാഠ്യത്തിനും വാഗ്വാദങ്ങൾക്കും മറ്റ് ഇതര രീതികളിലേക്കും മനസ്സിനെ വെമ്പൽ കൊണ്ടിച്ചുകൊണ്ട് മറ്റൊരുവന്റെ നഷ്ടം വലുതായി കാണാതെ, മറ്റൊരുവന്റെ വേദന വലുതായി കാണാതെ സ്വാർത്ഥപരമായ അനുഭവങ്ങളിലേക്ക് മനുഷ്യൻ നെട്ടോട്ടമോടുമ്പോൾ മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ടുന്നത് കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാതെ കുടുംബതലങ്ങളിൽ സ്വസ്ഥത നശിപ്പിച്ച് വല്ലാത്ത അനുഭവങ്ങളിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന ഒരു പ്രത്യേക അനുഭവത്തിലേക്ക് ജനം എത്തപ്പെട്ടു. ഇന്നത്തെ ഈ തലമുറയിൽ ഏറ്റവും അധികം ദൈവവചനത്തിന്റെ ആഴത്തിലേക്ക് നാം വരുമ്പോൾ അന്യോന്യം നമുക്ക് ബഹുമാനിക്കുവാൻ, സ്നേഹിക്കുവാൻ, ദൈവഭയത്തോടെ ഇടപെടുവാൻ ദൈവപ്രസാദമാണ് നമുക്ക് ആവശ്യം. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഞാൻ എന്നെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെടണം എന്നുള്ള അനുഭവത്തിലേക്ക് ഞാൻ എത്തപ്പെടുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹത്താൽ എന്റെ ഹൃദയം ആമേൻ ഒരുക്കപ്പെടുവാനിടയായിത്തീരും. ഈ കഴിഞ്ഞ 4 മാസങ്ങൾക്ക് മുൻപ് നാം പത്രദ്വാര വായിച്ച ഒരു വാർത്ത വളരെയധികം വേദനാജനകമായ അനുഭവത്തിൽ ഞെട്ടലോടെ നാം കേട്ടൊരു അനുഭവമുണ്ട്. ഐശ്വര്യയുടെ വധം. നമുക്കറിയാം, മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അഡിക്റ്റായ ഒരു കുടുംബതലത്തിൽ നമുക്ക് ഏറ്റവും അടുത്ത മാവേലിക്കരയ്ക്കടുത്ത് നടന്ന സംഭവമാണ്. കുടുംബ ബന്ധം തകർന്നു. ഭാര്യ ഭർത്താവ് തമ്മിലുള്ള സ്നേഹത്തിന് കേടുകൾ വന്നു. അന്യോന്യം വഴക്കും കലഹവും ചേർച്ചയില്ലാത്ത അനുഭവങ്ങളും വന്ന കാരണത്താൽ ആ പ്രിയപ്പെട്ടവൾ ഭാര്യ അവളുടെ ജീവിതം നശിപ്പിക്കുവാൻ ഒരുങ്ങി ആത്മഹത്യക്ക് വിധേയയായി. ശേഷം അപ്പനും മക്കളും മാത്രമായി അവശേഷിച്ച സാഹചര്യത്തിൽ മൃഗത്തിന് തുല്യമായി ആ ലഹരി അഡിക്ഷൻ മുഖാന്തരം തന്റെ കുഞ്ഞിനെ കഴുത്തറുത്ത് കൊന്ന അനുഭവം നാം പത്രദ്വാര വായിച്ചതാണ്. സ്വന്തം കുഞ്ഞിന്റെ കഴുത്ത് ഛേദിക്കപ്പെടുന്ന അനുഭവവും ആ
ഒരു പിതാവിന്റെ രീതിയാണ് നാം ശ്രദ്ധിക്കപ്പെടുവാൻ ഇടയായി തീർന്നത്. എന്താണ് അതിന് കാരണം? ലോക രീതികളിൽ നാം ചിന്തിച്ചാൽ സ്വന്തം കുഞ്ഞിനെ മാറോടണച്ചും സ്നേഹിച്ചും ലാളിച്ചും വളർത്തിക്കൊണ്ടുവരേണ്ട പിതാവിന്റെ കരങ്ങളാൽ തന്നെ മുറിവേൽപ്പിക്കപ്പെട്ട് ചേതനയറ്റ ശരീരത്തിന് മുമ്പിൽ നിന്നിട്ടും യാതൊരു വൈകാരികമായ രീതികൾ ഒന്നും തന്നെ ഇല്ലാതെ ആ മനുഷ്യൻ മൃഗമായി തീർന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, ഈ ലഹരി അഡിക്ഷനാണ്. നോക്കുക, ആഘോഷങ്ങൾ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്, ആഘോഷ രീതികൾ എങ്ങനെയാണ് നാം ചെയ്യുന്നത്? നാം നമ്മുടെ ശരീരത്തെയും നമ്മുടെ ആരോഗ്യത്തെയും ഹാനി വരുത്തുന്ന തരത്തിലുള്ള ആഘോഷ രീതികൾ നാം നമുക്ക് തന്നെ വിനയായും ആപത്തായും തീരുന്ന രീതിയാണ്. ഏതൊരു വീട്ടിൽ നാം ഇന്ന് കയറിയാലും ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾക്ക് വിധേയപ്പെട്ടും ലഹരി രീതികളിലും മറ്റ് രീതികൾക്കുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരുത്തി സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുത്തിയ ഒരു പ്രത്യേക രീതികൾ കുടുംബ ബന്ധങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയും. എന്നെ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ഈ വാക്കുകളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്നേഹിതരെ, നിങ്ങളെ ഞങ്ങൾ ദൈവനാമത്തിൽ ആഹ്വാനം ചെയ്യുന്നതും നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ ആവശ്യപ്പെടുന്നതും മറ്റൊന്നുമല്ല, യേശുക്രിസ്തു മുഖാന്തരമുള്ള രക്ഷ നിങ്ങളുടെ ഹൃദയത്തെ കീഴ്പ്പെടുത്തുവാനിടയായാൽ നിങ്ങളുടെ മൃഗീയ സ്വഭാവങ്ങൾക്ക് നിങ്ങൾക്ക് സമർപ്പിക്കപ്പെടുവാനിടയായി തീരും. ഇപ്പോ നാം ശ്രദ്ധിക്കുന്നത് മദ്യത്തിൽ നിന്ന് മാറ്റം വരണമെന്നുള്ള രീതിയിൽ റീ അഡിക്ഷൻ സെന്ററുകളിലോ അങ്ങനെയുള്ള രീതികളിലോ ഒക്കെ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കിയിട്ടും മനുഷ്യർക്ക് മാറ്റം വരാത്ത രീതികളൊക്കെ ശ്രദ്ധേയമാണ്. എന്നാൽ യേശു കർത്താവിന്റെ സ്നേഹത്തിന്റെ മുൻപിൽ അടിയറവ് പറയുമ്പോൾ, യേശു കർത്താവിന്റെ സ്നേഹത്തിന്റെ മുൻപിൽ സമർപ്പിക്കപ്പെടുമ്പോൾ, എനിക്ക് മാറ്റം വരണമെന്നുള്ള ചിന്തയോടുകൂടെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ നിശ്ചയമായിട്ടും മനുഷ്യന്റെ മനസ്സിനുകൾക്ക് മാറ്റം വരുത്തുന്ന ദൈവസ്നേഹത്തിന്റെ ആഴത്തിലേക്ക് ഒരു മനുഷ്യനെ മാറ്റുവാൻ കഴിയുന്നത് അത് മറ്റൊന്നുമല്ല, ദൈവസ്നേഹത്തിൽ മാത്രമാണ്. എന്താണ് ദൈവസ്നേഹം? എനിക്ക് ദൈവത്തോട് സ്നേഹമുണ്ട് എന്ന് പറയുക മാത്രമല്ല, മറിച്ച് പിതാവാം ദൈവം തന്റെ പുത്രനെ എനിക്കായി ഈ ഭൂമിയിലേക്ക് തന്ന് ആ പുത്രൻ മുഖാന്തരമുള്ള രക്ഷ ഞാൻ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും അതിനായി സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷണ്യ പ്രവൃത്തിയിലേക്ക് ഞാൻ സമർപ്പിക്കപ്പെടുമ്പോൾ എന്റെ ശീലങ്ങൾ മാറുവാനിടയായി തീരും. എന്റെ സ്വഭാവത്തിൽ, എന്റെ രക്തത്തിൽ ഒക്കെ അലിഞ്ഞതായ ദുശീലങ്ങൾ പാടെ എന്നെ വിട്ടുമാറുവാനിടയായി തീരും. ആകയാൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദൈവസ്നേഹത്തിന്റെ ആഴത്തിലേക്ക് വരുവാൻ നിങ്ങൾക്ക് ഇടയായി തീരട്ടെ. നിങ്ങളുടെ കുടുംബതലങ്ങളിൽ സമാധാനമില്ലാതെയോ സ്വസ്ഥതയില്ലാതെയോ മനുഷ്യർ അന്യോന്യം കലഹിച്ചോ മറ്റു രീതികളിലൊക്കെ കോപപരവശരായിട്ടുള്ള രീതികൾ പോകുന്നത് നിങ്ങൾക്ക് യേശുവിലേക്ക് അടുത്തു വരാം. യേശു കർത്താവ് മുഖാന്തരമുള്ള രക്ഷ പ്രാവർത്തികമാക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇടയായി തീരട്ടെ. ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന സമാധാനം, കഷ്ടത്തിന്റെ നടുവിലും ഈ ദൈവം മതി, ഈ പ്രയാസത്തിന്റെ നടുവിലും ഈ സ്നേഹത്തിന്റെ ആഴം മതി. എനിക്ക് ഈ ഭൂമിയിലെ കഷ്ടങ്ങൾ സാരമില്ല, ഞങ്ങൾക്കായി ഒരുക്കിയ ഒരു നിത്യതയുണ്ട്. എന്നെ സ്നേഹിച്ച സ്നേഹത്തിന്റെ ആഴത്തിന്റെ മുൻപിൽ എനിക്കായി വാഗ്ദത്തം ചെയ്ത ഒരു ആത്മാവിന്റെ രക്ഷയുണ്ട് എന്ന് മനസ്സിലാക്കി മുന്നേറുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥന. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ മനസ്സുള്ളവരാണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്ന നിങ്ങളെ ദൈവസ്നേഹത്തിന്റെ ആഴത്തിലേക്ക് കൊണ്ടുവരുവാൻ ഞങ്ങൾ പരിശ്രമിപ്പാൻ ഞങ്ങൾ തയ്യാറാണ്. ആകയാൽ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കും. നിങ്ങളെല്ലാവരെയും ദൈവസ്നേഹത്തിന്റെ ആഴത്തിലേക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിന് സ്വാഗതം പകരുകയും നിങ്ങൾക്ക് വിട്ടുപോകാൻ കഴിയാത്ത പാപത്തിന്റെ ചെറുതിൽ നിന്നും അണിമൃഗത്തിന്റെ കയ്യിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുവാൻ യേശു ഇന്നും ഈ ഗ്രാമത്തിലുണ്ടെങ്കിൽ ഒത്തുകൂടുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കുന്നു. പ്രാർത്ഥിക്കാം. ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന ഈ ദേശത്തെ ദൈവകരത്തിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഇവിടെ മുഴങ്ങി കേട്ട ഈ വചനം
ഓരോ ഹൃദയങ്ങളിലും അത് കിളിർക്കുവാൻ, വളരുവാൻ, ഫലം കായ്പാൻ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. കുടുംബത്തിലെ അന്തരീക്ഷങ്ങൾ മാറട്ടെ, സമാധാനം വരട്ടെ, സ്വസ്ഥത വരട്ടെ, ശീലങ്ങൾ മാറട്ടെ. കർത്താവേ, ദൈവത്തിന് അനുരൂപരായി ഓരോരുത്തരും തീരുവാൻ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സംസാരിച്ചതൊന്നും വൃഥാവായി പോകല്ലേ അപ്പാ. ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം അതിന്റെ ക്രിയ ചെയ്യാതെ മടങ്ങുകയില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ദേശത്തെ സമർപ്പിക്കുന്നു, കുറ്റമായി ഏൽപ്പിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെ അപ്പന്റെ കരങ്ങളിൽ തരുന്നു. അനുഗ്രഹിച്ച് പറഞ്ഞേക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനമഹത്വന്റെ ദൈവത്തിന് പ്രാർത്ഥനയായിട്ട് സ്നേഹത്തിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.